ഇത്രയും വലിയ ശക്തിയായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നതിന് പകരം ആ ചെലവ് ലേശം കുറച്ചിട്ട് ഒരു ബെഡ്റൂമും കൂടെ ആവായിരുന്നു. ഞാനൊക്കെ പറഞ്ഞാല് ഏകദേശം 3000 സ്ക്വയർ ഫീറ്റോളം ഉള്ള വീട്ടിൽ നിന്നാണ് വരുന്നത്. നമ്മൾ ഈ 1000 സ്ക്വയർ ഫീറ്റിൽ കുടുംബമൊക്കെ വലിയ കുടുംബമാണ്, ഇവിടെ താമസിക്കേണ്ട ഒരു 3 ബെഡ്റൂം ആവാമായിരുന്നു. ഈ മഹാഭൂരിപക്ഷം മലയാളികളുടെ ഇടയിലും പൊതുവെ ഈ കുറ്റം പറയുന്ന കാര്യത്തിൽ നമ്മൾ മുൻപന്തിയിലാണെന്നാണ് തോന്നുന്നത്. എന്ത് കിട്ടിക്കഴിഞ്ഞാലും അതിനൊരു കുറ്റം ആദ്യം കണ്ടുപിടിക്കും. ഒരു സൽക്കാരത്തിനോ കല്യാണത്തിനോ പോയി ഒരു ബിരിയാണി കഴിച്ചാൽ പോലും അതിൽ കഷ്ണം ഇത്തിരി അധികമായി പോയി, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കുറച്ച് കൗണ്ട് കൂടിപ്പോയി, അല്ലെങ്കിൽ നെയ്യ് ഇത്തിരി കൂടിപ്പോയി, എല്ലാറ്റിനും പൊതുവെ ഒരു കുറ്റം പറഞ്ഞിട്ടുള്ള ഒരു സ്വഭാവം അത് പൊതുവെ മലയാളികളുടെ ഇടയിൽ ഒരുപാട് കാണുന്നുണ്ട്. ഇതൊരു സ്വഭാവ വൈകൃതം എന്നല്ലാതെ ഒന്നും പറയാൻ കഴിയില്ല. വയനാട് ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് ഗവൺമെന്റും മറ്റ് സന്നദ്ധ സംഘടനകളും എല്ലാവരും ചേർന്നുകൊണ്ട് കുറേയേറെ വീടുകൾ നിർമ്മിച്ച് നൽകുന്നുണ്ട്. ഇവിടെ സന്നദ്ധ സംഘടനയാവട്ടെ ഗവൺമെന്റ് ആവട്ടെ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമ്പോൾ അതിനൊരു യൂണിഫോം ഉണ്ടായിരിക്കും, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും. അത് പണമുള്ളവനോ പണമില്ലാത്തവനോ അത്തരത്തിൽ പല വിഭിന്നമായ രൂപത്തിലൊന്നും എല്ലാവർക്കും തുല്യത ആയിട്ടത് ഉണ്ടാക്കി കൊടുക്കും. പിന്നീട് അതിലുള്ള എക്സ്റ്റൻഷനോ കാര്യങ്ങളോ ഗവൺമെന്റ് പെർമിഷൻ കൊടുക്കുകയാണെങ്കിൽ സൈഡിലേക്ക് പണിയുകയോ മുകളിലേക്ക് പണിയുകയോ അത്തരത്തിലുള്ള എല്ലാവിധ സൗകര്യങ്ങളോട് കൂടെ വളരെ ഫലമായിക്കൊണ്ട് വളരെ സ്ട്രോങ് ആയിക്കൊണ്ടുള്ള ഒരു അടിത്തറയോട് കൂടെ തന്നെയാണ് ഊരാളുങ്കൽ കൺസ്ട്രക്ഷൻ കമ്പനി അവർക്ക് വേണ്ടി വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിക്കൊണ്ട് തന്നെയാണ് ഈ പണി നടക്കുന്നത്. പ്രത്യേകിച്ചും ചുറ്റുവട്ടം മലകളാൽ ചുറ്റപ്പെട്ട ഒരു ഏരിയയിൽ തന്നെയാണ് വീണ്ടും ഈ പണി നടക്കുന്നത്. അപ്പോൾ ഇതിന്റെ അടിത്തറ നല്ലവണ്ണം ഉറപ്പിച്ചുകൊണ്ടാണ് അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. പക്ഷേ ഈ മനുഷ്യന്മാർ പറയുന്നത് ഇത് കൂടിപ്പോയി, ഇതിന്റെ അടിത്തറ കുറച്ച് കൂടിപ്പോയി, ഈ അടിത്തറ കുറച്ചുകൊണ്ട് അതിന്റെ ചെലവ് ചുരുക്കിക്കൊണ്ട് നമുക്ക് ഒരു റൂം കൂടെ ഉണ്ടാക്കി തരാമായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ പൊതുവെ കേരളക്കാർ ഇവിടെ കണ്ടത് മണ്ണിലൊരു കിള കീറി മണ്ണ് ചാലാക്കി അതിലേക്ക് കുറെ പൊട്ടക്കല്ല് എടുത്തിട്ട് അതിന്റെ മുകളിൽ സിമന്റ് ഇട്ട് അതിന്റെ മുകളിൽ ചെങ്കല്ലോ കരിങ്കല്ലോ വെച്ച് തറ കെട്ടി അതിന്റെ മുകളിൽ ബെൽറ്റ് കെട്ടി അതിന്റെ മുകളിലേക്ക് അടിപൊളിയായിട്ട് വീട് വെക്കും. ഇവിടെ അടിത്തറയില്ല. അടിത്തറ എന്ന് പറഞ്ഞ പാതകം എന്ന് പറഞ്ഞ ഭാഗം വളരെ വീക്കായിരിക്കും. ഒരു ചെറിയൊരു മഴയോ ഒരു ഭൂമി കുറുക്കമോ ഉണ്ടായ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് വീട് മൊത്തം താഴെ പോകും. ബേസ്മെന്റ് ഇല്ല. കേരളത്തിൽ ഒട്ടുമിക്കാൽ വീടുകൾക്കും ബേസ്മെന്റ് സ്ട്രോങ് അല്ല. അത് ഈ ബേസ്മെന്റ് സ്ട്രോങ് ആക്കി ഇവിടെ എടുക്കുന്നത് കണ്ടപ്പോൾ അതിന് കുറ്റം പറയാം. ഇത്തരം ജനങ്ങൾ എവിടെ ചെന്ന് നന്നാവന? ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ അതിന് പിന്നെ എത്രയും ചെയ്യാം. ഒരു ബിൽഡിംഗ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഫൗണ്ടേഷൻ അതിനകത്തേക്ക് കുത്തിക്കാറ്റി വെക്കാൻ കഴിയില്ല. അപ്പോൾ ഫൗണ്ടേഷൻ മാത്രം ഇട്ട് വെച്ചാലും ശരി, അതിലൊരു ഓല വീട് കെട്ടിയാലും ശരി, ഫൗണ്ടേഷൻ സ്ട്രോങ് ആണോ തുടർന്നുള്ള ബിൽഡിങ്ങുകളും എത്ര ഉയരത്തിന് വേണമെന്നുണ്ടെങ്കിലും എടുക്കുന്നതിന് ഫൗണ്ടേഷന്റെ സ്ട്രോങ് അനുസരിച്ചാണ് ആ ബിൽഡിങ്ങിന്റെ കണ്ടീഷൻ ഉണ്ടാകുക. ഇത് പ്രത്യേകിച്ച് ഇത് മലയാളി സ്വഭാവം എന്നല്ലാതെ ഇതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇദ്ദേഹം പറയുന്നു ഞാൻ 3000 സ്ക്വയർ ഫീറ്റ് വീട്ടിലായിരുന്നു താമസിച്ചത്. അതൊന്നും എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല. ഇത് പൊതുജനങ്ങളുടെ കാശാണ്. ആര് കൊടുത്താലും ഓരോ പൊതുജനങ്ങളുടെയും സന്നദ്ധ സംഘടന പിരിച്ചുണ്ടാക്കിയ കാശും അങ്ങനെയെല്ലാമാണ് ഇത് നിങ്ങൾക്ക് വീടായിട്ട് കിട്ടുന്നത്. അതിനൊരു ലിമിറ്റേഷൻ കാണും. ആ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം നല്ല രൂപത്തിലാണ് നിങ്ങൾക്ക് ആ വീട് ഉണ്ടാക്കി തരുന്നത്. ഇത്രയും സ്പീഡിൽ ആ വീട് ഉണ്ടാവുന്നുണ്ടല്ലോ എന്നെങ്കിലും കരുതി നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുക. നന്ദി.